കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവ്ദേക്കറുടെ അധ്യക്ഷതയിൽ ചേർന്ന വനം വന്യജീവി ബോർഡ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിലാണ് പുതിയ അണക്കെട്ടിനായി പാരിസ്ഥിതിക പഠനം നടത്താൻ അനുമതി നൽകിയത്. പദ്ധതി പ്രദേശത്തിന്റെ 10 കിലോമീറ്റർ ചുറ്റളവിൽ പാരിസ്ഥിതിക ആഘാത പഠനം നടത്താനാണ് അനുമതി. പുതിയ അണക്കെട്ടിനായി കൂടുതൽ വനപ്രദേശങ്ങൾ ഏറ്റെടുക്കേണ്ടി വരില്ലെന്ന സംസ്ഥാന സർക്കാരിന്റെ ഉറപ്പിനെ തുടർന്നാണ് അനുമതി. ദേശീയ വന്യജീവി ബോർഡിന്റെ നിബന്ധനകൾക്ക് അനുസൃതമായാണ് പാരിസ്ഥിതിക ആഘാത പഠനം നടത്തുന്നതെന്ന് സംസ്ഥാന വന്യജീവി ബോർഡും വൈൽഡ് ലൈഫ് വാർഡനും ഉറപ്പുവരുത്തണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേന്ദ്ര വനം വന്യജീവി ബോർഡ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ശുപാർശ ലഭിച്ച സാഹചര്യത്തിൽ പാരിസ്ഥിതിക ആഘാത പഠനം നടത്തി സംസ്ഥാന സർക്കാരിന് പരിസ്ഥിതി അനുമതിക്കായി കേന്ദ്ര വനംപരിസ്ഥിതി മന്ത്രാലയത്തെ സമീപിക്കാം. കൊച്ചി റിഫൈനറിയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പാചകവാതക പൈപ്പ് ലൈൻ ഇടാനും കേന്ദ്ര വന്യജീവി ബോർഡിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അനുമതി നൽകി. പീച്ചി വിഴിഞ്ഞി വന്യജീവി മേഖലയുടെ 10 കിലോമീറ്റർ ചുറ്റളവിലൂടെ കടന്നുപോകുന്നതിനാലാണ് സംസ്ഥാന സർക്കാർ അനുമതി നേടിയത്. അതേസമയം ശബരിമലയിലേക്ക് വെള്ളം എത്തിക്കുന്നതിനായി കുന്നാർ അണക്കെട്ടിന്റെ ഉയരം വർദ്ധിപ്പിക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം ഉടൻ പരിഗണിക്കാൻ ദേശീയ വന്യജീവി ബോർഡ് വിസമ്മതിച്ചു. അണക്കെട്ടിന്റെ ഉയരം വർദ്ധിപ്പിക്കാൻ 1.5 ഏക്കർ വനഭൂമി കൂടി ഏറ്റെടുക്കേണ്ടി വരുമെന്നതിനാൽ മറ്റു മാർഗങ്ങൾ കൂടി പരിശോധിച്ച ശേഷം വീണ്ടും സമീപിക്കാനാണ് ദേശീയ വന്യജീവി ബോർഡ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശം. അരുൺ നാരായൺ, റിപ്പോർട്ടർ, ദില്ലി.